രചന ഗംഗോത്രി. ഭാഗം 78. ഡോക്ടർ പോയതിനു ശേഷം സുമിത്ര ശിവറാമിൻ്റെ അരികിലിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് വിഷമായോ? ഇപ്പം മുറിയിലേക്ക് മാറ്റും. ഇന്നിവിടെ കിടക്കുന്നതാ നല്ലത്. നാളെ രാവിലെ പോകാം. ഞാനും കൂടെ നിൽക്കാം. ശിവറാം ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. എന്തിനു ചിരിക്കുന്നേ? അത് കൊള്ളാം. ഇപ്പോൾ ചിരിച്ചതാ കുറ്റം? എനിക്ക് തൻ്റെ വിളി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശിവേട്ട എന്നുള്ള വിളി. രഞ്ജിനിയും അങ്ങനെ വിളിച്ചിരുന്നത്. വീണ്ടും ആ വിളി കേട്ടപ്പോൾ ഒരു സുഖം. താൻ വരുന്നോ എൻ്റെ കൂടെ കേരളത്തിലേക്ക്? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഞാൻ ഉറപ്പായും വരും. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല മനുഷ്യ. വിക്രമാദിത്യനും വേതാളവും പോലെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ? അതൊക്കെ ശങ്കർ നോക്കിക്കോളും. ഞാൻ അവനെ വിളിച്ചു പറയാം. സുമിക്കും കൂടി ടിക്കറ്റ് എടുക്കാൻ. ഒരു കാര്യം ചെയ്, താൻ വീട്ടിൽ പോയി പോകാനുള്ളതൊക്കെ റെഡിയാക്ക്. അമ്മ ഇപ്പോൾ വരും. താൻ പോയിട്ട് വന്നാൽ മതി. ഞാൻ പോകണോ? എനിക്കൊട്ടും മനസ്സില്ല നിങ്ങളുടെ അടുത്തുനിന്ന് പോവാൻ. പിന്നെ ഒരു കാര്യം സത്യമാ, നമ്മൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ജോലി നിർത്തുകയാണെങ്കിൽ നേരത്തെ അറിയിക്കണം. ലീവ് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ ഒരാഴ്ച മുമ്പെങ്കിലും പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. താനൊരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് ഒരാഴ്ച കൂടി തൻ്റെ ജോലിയെല്ലാം തീർക്ക്. അത് കഴിഞ്ഞ് വന്നാൽ മതി. ആദ്യം ഞാൻ പോവാം, അത് കഴിഞ്ഞിട്ട് താൻ വന്നാൽ മതി. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല. നമ്മൾ നോക്കുന്ന രോഗികളോട് നമുക്കൊരു ഉത്തരവാദിത്തം വേണം. ശിവറാം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നാട്ടിൽ പോയി അപ്പനും മോളും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ വേണ്ട, എനിക്കൊരു സമാധാനം കിട്ടില്ല. അല്ലടി പൊട്ടി, ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഈ ഉണ്ണിയാർച്ച കൂടി വന്നിട്ടേ ഞങ്ങൾ എന്തും ചെയ്യും. നീ പേടിക്കണ്ട. എന്തോ ഒരു പരിഹാസം. എനിക്ക് നിങ്ങളെ സഹായിക്കാനൊക്കെ പറ്റും. ഞാൻ കരാട്ടെ പഠിച്ചതാ, അവൾ രഹസ്യം പോലെ പറഞ്ഞു. അവൾ അതും പറഞ്ഞ് അയാളെ വിശ്വസിപ്പിക്കാനായി ഒരു പൊസിഷനിൽ നിന്ന് കാണിച്ചു. അത് കണ്ടപ്പോൾ ശിവ ചിരിക്കാൻ തുടങ്ങി. വർഷങ്ങളായുള്ള പരിചയം പോലെയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. അവളുടെ ആ നിൽപ്പ് കണ്ടുകൊണ്ടാണ് കത്രീന അകത്തേക്ക് വന്നത്. യോ, ഇതെന്താ? എൻ്റെ മോനെ അടിക്കാൻ പോകുന്നു. പിന്നിൽ നിന്ന് കത്രീനയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ ചമ്മലോടെ തിരിഞ്ഞു നോക്കി. ഞാൻ പോയിട്ട് വരാം. കത്രീനയുടെ മുഖത്തേക്ക് നോക്കാതെ നാണത്തോടെ അവൾ പുറത്തേക്ക് നടന്നു. കത്രീന മകൻ്റെ അരികിലേക്ക് വന്നു. നിനക്ക് ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അവൻ്റെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി എന്ന അർത്ഥത്തിൽ അവർ തല കുറുക്കി. ക്യാൻറ്റീനിൽ നിന്ന് ചായയും പലഹാരവും വാങ്ങി ശങ്കറും ശാലിനിയും അങ്ങോട്ട് വന്നു. നാളെ രാത്രിയിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും കൂടി വരുന്നു. വല്യേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. ഏട്ടനും വരും. എൻ്റെ ഗംഗമോളെ ഉപദ്രവിച്ചെന്നേ ഞാൻ വെറുതെ വിടില്ല. അതുമല്ല, ഏട്ടത്തിയെ കൊന്നവനെയും. എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞിട്ടേ ഞാൻ മടങ്ങും. അതുവരെ നമ്മളെല്ലാവരും ഒന്നിപ്പിച്ച് ഗംഗോത്രിയിലുണ്ടാവും. എത്ര നാളായി എല്ലാവരും കൂടി. നിങ്ങൾ വരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ വേണ്ടാത്ത കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ശിവറാം പറഞ്ഞു. എന്തിനാടാ മക്കളെ നിങ്ങൾ? ഈ തോട്ടുങ്കൽ കത്രീന മതി. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ, കത്രീന പറഞ്ഞു. ഓ, കത്രീനക്കുട്ടി ഇപ്പോൾ ഗോളടിക്കാൻ തുടങ്ങിയല്ലോ, ശാലിനി അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയില്ല ശാലിനി. ഈ അമ്മയുടെ സ്വഭാവം എല്ലാം കിട്ടിയിരിക്കുന്ന ഗംഗമോൾക്കാ. അമ്മയുടെ വീരസാഹസിക കഥകൾ എന്തൊക്കെയാണെന്ന് കേട്ടാൽ നീ ഞെട്ടിപ്പോകും. ഇപ്പോഴാ ഒന്ന് ഒതുങ്ങിയത്. ആ ചട്ടമ്പി കഥകളൊക്കെ സമയം പോലെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. പിറ്റേ ദിവസം രാവിലെ തന്നെ ശിവറാമിനെ ഡിസ്ചാർജ് ചെയ്തു. ശങ്കർ അവനെ ചേർത്ത് പിടിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുപോയി. ഫ്ലൈറ്റ് രാത്രിയിലായതുകൊണ്ട് ശിവറാം വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തു. സുമിത്ര അങ്ങോട്ട് വന്നിരുന്നു. ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിനെ പിരിയുന്ന സങ്കടത്തിലിരിക്കുന്ന ഭാര്യയെപ്പോലെയായിരുന്നു അവൾ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശാലിനിക്ക് ചിരി വന്നു. എയർപോർട്ടിലേക്ക് പോയപ്പോൾ സുമിത്രയും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും അകത്തേക്ക് പോയപ്പോഴും ശിവറാം അല്പസമയം കൂടി അവിടെ നിന്നു. ഞാൻ പൊയ്ക്കോട്ടെ? ഒരാഴ്ച അത്രയല്ലേ ഉള്ളൂ. ഞാൻ അവിടെ കാത്തിരിക്കാം. എന്നോട് യാത്ര പറയണ്ട ശിവേട്ടാ, എനിക്ക് കരച്ചിൽ വരും. എന്തിനാ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ മോഹിപ്പിച്ചേ? ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? നിങ്ങൾക്കിത് വല്ലതും മനസ്സിലാവോ? എല്ലാ ദിവസവും വിളിക്കുമോ ശിവേട്ടാ? അതോ തിരക്കിനിടയിൽ മറന്നു പോവോ? സുമിത്ര ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സമയമായി, ഞാൻ പോട്ടെ?
എൻ്റെ പെണ്ണെ, നിന്നെ ഞാൻ മറക്കില്ല. ഞാൻ വിളിക്കാം. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ശിവ അകത്തേക്ക് തിരിഞ്ഞു നടന്നു. സുമിത്ര അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇയാൾക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൂടെ? എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ പോയത് കണ്ടോ? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ശരിയാ, എന്നോട് ഇഷ്ടമല്ല. പിന്നെ എന്തിനാ? അവൾ സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മാഡം, നമുക്ക് പോവാം. ഡ്രൈവർ അവളെ വന്ന് വിളിച്ചു. അവൾ യാന്ത്രികമായി വണ്ടിയിലേക്ക് കയറി. ഗംഗയും കാർത്തിയും രഞ്ജിനിയുടെ വീട്ടിലായിരുന്നു. അവിടെ രഞ്ജിനിയുടെ മുത്തശ്ശി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ജോലിക്കാരും. മുത്തശ്ശി അവർ ചെന്ന സന്തോഷത്തിൽ അവർക്ക് വേണ്ട പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണ്. ഗംഗ മുത്തശ്ശിയോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. കാർത്തി വീടും പരിസരവും ചുറ്റി നടന്ന് കാണുന്നു. പഴയ രീതിയിലുള്ളൊരു വീടായിരുന്നു അത്. മുത്തശ്ശിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ. ഇവിടെ ഇങ്ങനെ തനിച്ച് താമസിച്ചാൽ എന്തിനാ വെറുതെ? എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും അറിയുമോ? ആൻറ്റിമാർ വരാറുണ്ടോ? ഗംഗ ചോദിച്ചു. ഞാനിവിടെ നിന്ന് പോന്ന വീടാര് നോക്കും? ഇവിടുത്തെ സ്വത്തെല്ലാം നിൻ്റെ അമ്മയുടെ പേരിലല്ലേ. അതുകൊണ്ട് അവരാരും ഇങ്ങോട്ട് വരാറില്ല. വല്ലപ്പോഴും എന്നെ കാണാൻ വരും. അതുപോലെ തന്നെ മടങ്ങും. നിൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ തനിച്ച് താമസിക്കാൻ വിടില്ലായിരുന്നു. എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്. മുത്തശ്ശിക്ക് ഈ റാവുത്തറെ അറിയാമോ? ഗംഗ ചോദിച്ചു. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ചായപാത്രം താഴേക്ക് വീണു. അവർ ഞെട്ടലോടെ ഗംഗയെ നോക്കി. തുടരും.